ഇന്നത്തെ വചനശുദ്ധ സകലതും നന്മയ്ക്കായി. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സകലത്തെയും നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്നനുഭവിക്കുന്ന തിന്മകളെ, ഇന്നനുഭവിക്കുന്ന പരാജയങ്ങളെ, ഇന്നനുഭവിക്കുന്ന കഷ്ടതയെ സകലത്തെയും ദൈവം നന്മയ്ക്കായി മാറ്റും. ദൈവത്തിൽ നിന്ന് അനേകം നന്മകൾ ലഭിപ്പാൻ, അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ യഥാർത്ഥമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. യഥാർത്ഥമായ സ്നേഹം ഹൃദയത്തിലില്ലാതെ സഹോദരനെ സഹായിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കത്തില്ല. ലോക മനുഷ്യർക്ക് സ്നേഹമില്ല. എന്നാൽ ദൈവത്തെ അറിയപ്പെട്ട, ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടാകും. ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ അവന് നന്മ ചെയ്യുവാൻ ഒരു പ്രേരണ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ദൈവത്തിൽ നിന്ന് നമുക്ക് നന്മകളെ വരും. കർത്താവ് പുതിയ വഴികൾ തുറക്കുവാനിടയാകും. നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ നാം തയ്യാറായാൽ അവരുടെ തലയിൽ തീക്കനൽ കൂട്ടുന്നതിൻ്റെ തുല്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഭക്തനായ യോസേഫിൻ്റെ ജീവിതമൊന്ന് പരിശോധിച്ചേ. യോസേഫിന് അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. 10 സഹോദരങ്ങൾ ഒരുമിച്ച് ഭക്തനായ യോസേഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ടും പ്രതികാര ചിന്തകളൊന്നും ഭക്തനായ യോസേഫിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നിരുന്നില്ല. പോത്തിഫറിൻ്റെ ഭാര്യ ചെയ്യാത്ത കുറ്റത്തിന് ഭക്തനായ യോസേഫിനെ കാരാഗൃഹത്തിലാക്കി. കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ഭക്തനായ യോസേഫ് പോത്തിഫറിൻ്റെ ഭാര്യയോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. ശേഷം ഭക്തനായ യോസേഫിനെ ദൈവം മിസ്രൈമിലെ രണ്ടാമനാക്കി മാറ്റി. എന്തുകൊണ്ടാണ് മിസ്രൈമിലെ രണ്ടാമനാക്കി യോസേഫിനെ ദൈവം ഉയർത്തുവാൻ കാരണം ഒന്നേ ഉള്ളൂ. സഹോദരങ്ങൾ തിന്മ ചെയ്തുവെങ്കിലും, പോത്തിഫറിൻ്റെ ഭാര്യ തിന്മ ചെയ്തുവെങ്കിലും തിന്മയ്ക്ക് പകരം നന്മ പ്രവർത്തിപ്പാനൊരു മനസ്സ് ഭക്തനായ യോസേഫിനുണ്ടായിരുന്നു. യോസേഫ് രണ്ടാമനായി മിസ്രൈമിൽ ഒരു മന്ത്രിയായി മാറിയപ്പോൾ, ഭക്ഷ്യവകുപ്പിൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും നൽകിയപ്പോൾ, ക്ഷാമകാലത്ത് തൻ്റെ സഹോദരങ്ങൾ തൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ ഭക്തനായ യോസേഫിന് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരങ്ങളെ ഭക്തനായ യോസേഫ് സ്നേഹിച്ചു. ഭക്തനായ യോസേഫ് തിരിച്ച് അവരോട് വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വചനം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന് ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ യോസേഫിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, കാരാഗൃഹത്തിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഭക്തനായ യോസേഫ് വിളിച്ചു പറഞ്ഞത്, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനത്തെയും എൻ്റെ ദൈവം മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ഭക്തനായ യോസേഫ് തൻ്റെ ആദ്യജാതനെ മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചുവെന്ന് പറഞ്ഞ് രണ്ടാമവന് എഫ്രൈം എന്ന് പേരിട്ടു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 52-ാം തിരുവചനം. ഭക്തനായ യോസേഫിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതികാര ചിന്തകളൊന്നുമില്ലാതെ സകലരെയും പോറ്റി പുലർത്തുവാൻ ഭക്തൻ തയ്യാറായി എന്നുള്ളതാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഭക്തനായ യോസേഫ് തിന്മയ്ക്ക് പകരം നന്മ ചെയ്തു. മിസ്രൈമിൽ രണ്ടാമനായി ശ്രേഷ്ഠ പദവി യോസേഫിന് ലഭിച്ചപ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യയും പോത്തിഫറും യോസേഫിനെ ഭയപ്പെട്ടിരിക്കണം. തൻ്റെ സഹോദരങ്ങൾ യോസേഫിൻ്റെ കാൽക്കൽ വീണു. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ ഒരു മനസ്സ് ഭക്തനായ യോസേഫിനുണ്ടായിരുന്നതിനാൽ ദൈവം ശ്രേഷ്ഠമായ പദവി നൽകി മാനിപ്പാനിടയായി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് വിരോധമായി ചിന്തിക്കുന്ന, നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരോട് പ്രതികാരം ചെയ്യുകയല്ല വേണ്ടത്. അവരോട് വിരോധമായി സംസാരിക്കാതെ, തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാൻ തയ്യാറാണോ? തിരിച്ചു പ്രതികരിക്കാതെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? ദൈവം തീർച്ചയായും നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുവാനിടയാകും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഇപ്പോഴുള്ള ഒറ്റപ്പെടലുകൾ, ഇപ്പോഴുള്ള തകർച്ചകൾ സകലത്തെയും നന്മയ്ക്കായി ദൈവം മാറ്റും. നിശ്ചയമായി വചനം ശ്രവിക്കുന്ന താങ്കളെ അനുഗ്രഹിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തകർച്ചകൾ, ഒറ്റപ്പെടലുകൾ സകലത്തെയും ദൈവം അറിയുന്നു. സകലത്തിൻ്റെയും പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്.
യോസേഫിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സകല കഷ്ടതയും സങ്കടദേശത്തൊക്കെയും ദൈവം വർദ്ധിപ്പിച്ചെങ്കിൽ, സകല കഷ്ടതയെയും ദൈവം മറക്കുമാറാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള കഷ്ടങ്ങൾ തീർന്നു പോകും, നീണ്ട പരാജയങ്ങൾ തീർന്നു പോകും. തിന്മകളെ നന്മയാക്കി മാറ്റുന്ന കർത്താവ് കൂടെയുണ്ട്. സകലവും നന്മയ്ക്കാണെന്ന് കരുതുക. ഇന്ന് സംഭവിക്കുന്നതും നാളെ സംഭവിക്കുവാൻ പോകുന്നതും കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതും സകലതും നന്മയ്ക്കാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. വിഷയങ്ങളുടെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക. ഈ നാളുകൾ വാഗ്ദത്തങ്ങൾ കർത്താവ് പൂർത്തീകരിക്കും. വചനം ശ്രമിക്കുന്ന ഏവർക്കും കൃപയും അധികാരവും നൽകി കർത്താവ് മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.